ബിന്നിക്ക് നൂറ കൊടുത്ത ഒരു പവറാണ് ഈ ഫാമിലി വീക്കിൽ വരുമ്പോൾ 1 വീക്ക് ആളെ കൂടെ നിർത്താന്നുള്ളത്. പക്ഷെ ഇന്നലെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. വോട്ട് എവർ. അപ്പം കമന്റ്സിലൊക്കെ അടുത്ത സീസണിൽ നൂബിൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസിൽ മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ 1 വീക്ക് എസ്പെഷ്യലി ഹസ്ബൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് സീസണിലേക്കും വെച്ച് ബിഗ് ബോസ് സീസണിലേക്കും വെച്ചിട്ട് ഏറ്റവും ലക്കിയാണ് ബിന്നി എന്ന് പറയുന്നത്. അപ്പം ചിലവർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഈ 1 വീക്ക് ഒക്കെ നിർത്തുന്നത്, അവിടെ ഗെയിം കളിക്കാൻ വന്നേക്കല്ലേ, അപ്പോൾ ഒരു ഗെയിം പവറിൽ എടുത്തുകൂടെ എന്നുള്ള പവറിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടും നൂറ അത് ബിന്നിക്ക് പാസ് ചെയ്തുകൊണ്ടും ആ ഒരു സംഭവം അവിടെ നടന്നു പോവാണ്. അപ്പോൾ ലൈവിൽ നടന്ന കാര്യങ്ങളൊക്കെ പറ്റി മെന്റലി ഡൗൺ ആകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആള് ഭയങ്കര സപ്പോർട്ടിങ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നേ ഉള്ളൂ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ലൈക്ക് നമ്മള് ഇങ്ങനെ ഹസ്ബൻഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് വരെ ബിന്നി ഹാൻഡിൽ ചെയ്ത കുറച്ച് മെന്റൽ സംഭവങ്ങൾ ഇപ്പൊ ലൂസാക്കി വിട്ടിട്ട് എന്തിനും ഏതിനും തളർന്നിരുന്നിട്ട് ഹസ്ബൻഡിന്റെ പാമ്പറിങ് കെയറൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഗെയിം കയ്യിൽ നിന്ന് പോവും. അതായത് കുത്തിത്തിരിപ്പ് ഗെയിം കയ്യിൽ നിന്ന് പോവും. അത് ചെയ്യാതെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല, ഇൻവിസിബിൾ എന്നുള്ള രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. അല്ലാതെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഭാഗ്യമാണ്, നല്ല കാര്യമാണ് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളതെന്നുള്ളത്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരാളുടെ സപ്പോർട്ടോടുകൂടി കളിക്കേണ്ട ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ബിന്നി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഒറ്റയ്ക്ക് ഇതേപോലെ ഇമോഷൻസ് വെച്ച് നടക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഈ 1 വീക്ക് എന്നുള്ളത് വേണമെങ്കിൽ 1 ദിവസമോ 2 ദിവസമായിട്ട് ഞാൻ കൊടുക്കായിരുന്നു. ഇപ്പൊ ഈ 1 വീക്ക് ആള് ക്യാപ്റ്റനും കൂടെ ആയപ്പോൾ ഫുൾ സേഫായി. അത് മാത്രമല്ല ബിന്നിക്ക് ടാസ്കും ഉണ്ടായിരുന്നില്ല, മറ്റു കണ്ടസ്റ്റൻസിനാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. ഈ ഫാമിലി വീക്ക് വരുമ്പോൾ ഈ ടാസ്കും കുറച്ച് കണ്ണിച്ചോരില്ലാത്ത പരിപാടിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇത് ബിഗ് ബോസ് ആയിപ്പോയി. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിന്നിയുടെ കയ്യിലാണ്, നന്നായിട്ട് യൂസ് ചെയ്താൽ കൊള്ളാം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്ത് ഇതേപോലെയൊക്കെ ഇങ്ങനെ ലൈവിൽ ഇരിക്കാനും കരയാനും തൊട്ടാനും പിടിച്ചാനൊക്കെ സങ്കടം പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇവര് എന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ വീക്കായിരുന്നു പറഞ്ഞിട്ട് പിന്നെ നോമിനേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ ഹസ്ബൻഡിനുള്ള പ്രൊവിഷൻ ഫുഡ് അതും പണിപ്പുരയിൽ പോയിട്ട് എടുക്കണോ അതോ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടോ ആവോ?